ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജലഹരി കേസിൽ കുടുക്കിയ കേസിലെ പ്രതി നാരായണദാസ് ഹൈക്കോടതിയെ സമീപിച്ചു. എക്സൈസ് വ്യാജമായി പ്രതി ചേർത്തുവെന്നും തനിക്ക് കുറ്റകൃത്യത്തിൽ പങ്കില്ലെന്നും ഹർജിയിൽ പറയുന്നു. ഷംന വിവരങ്ങളും അയച്ചിരുന്നു. ഷംന, എന്താണ് ഈ ഹർജിയിൽ പറയുന്നത്? അജിംസ്, കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് നാരായണദാസിനെ പ്രതി ചേർത്തിട്ടുണ്ടായിരുന്നത് എക്സൈസ്. ഈ വ്യാഴാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനും നാരായണദാസിന് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനിടയിലാണ് ഈ കേസ് തന്നെ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാരായണദാസ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. തനിക്ക് ഈ കേസിൽ പങ്കില്ല എന്നുള്ളതാണ് നാരായണദാസ് പറയുന്നത്. ഒപ്പം തന്നെ മനഃപൂർവ്വം പ്രതി ചേർത്തതാണ്, അതുകൊണ്ട് ഈ കേസ് റദ്ദാക്കണമെന്നും ഈ എക്സൈസ് തന്നെ ചൂഷണം ചെയ്യുകയാണോ എന്നുള്ളതാണ് നാരായണദാസിന്റെ പ്രധാനപ്പെട്ട ആരോപണം. പക്ഷേ എക്സൈസ് ആ വാദങ്ങളെല്ലാം തള്ളുകയാണ്. അതായത് ഷീല സണ്ണിയുടെ ബന്ധുവിന്റെ സുഹൃത്താണ് നാരായണദാസ്. ഈ സംഭവം, ഈ ഷീല സണ്ണിയുടെ ബാഗിൽ ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ ഉണ്ട് എന്ന് എക്സൈസിനെ ഫോണിൽ വിളിച്ചറിയിച്ചത് നാരായണദാസ് ആണ് എന്നുള്ളതാണ് എക്സൈസ് സംഘം കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ പ്രധാനപ്പെട്ട പങ്ക് നാരായണദാസിനുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഷീല സണ്ണിയുടെ ബന്ധുവിനും അത് നേരത്തെ തന്നെ വ്യക്തമായതാണ്. അവർ നേരത്തെ ഹൈക്കോടതിയിൽ എത്തി മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഈ കേസിൽ കൃത്യമായ പങ്കുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഏതായാലും സംഭവം നടന്ന ഫെബ്രുവരി 27 ഒരു വർഷം പൂർത്തിയാകാൻ പോവുകയാണ്. ഈ ഷീല സണ്ണിയുടെ ബാഗിൽ നിന്നും കണ്ടെത്തിയത് LSD ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളല്ല എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷവും ഏകദേശം 72 ദിവസം ഷീല സണ്ണി ജയിലിൽ കഴിയേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് വളരെ വിമർശനങ്ങളോടുകൂടിയാണ് അന്ന് ആ കേസിന്റെ, ഷീല സണ്ണിക്കെതിരെ എടുത്ത കേസിന്റെ FIR ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഈ നാരായണദാസിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് ഒരു സംരക്ഷണം തേടിക്കൊണ്ട് നാരായണദാസ് ഹൈക്കോടതി സമീപിച്ചിട്ടുള്ളത്. അടുത്ത ദിവസം തന്നെ ഈ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരും. അജിംസ്. ശരി ഷംന.